മിനിറ്റായില്ലേ? ഓക്കെ, ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് ചെയ്യണം. അല്ല, ഞാൻ പറയാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ബണ്ണ് വേണം. ഞാൻ പറയാം. ഓക്കെ. ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്, 2 ക്യൂട്ടീസ് ആണ്. ആൻഡ് നിന്റെ പേര് പറഞ്ഞു? ആർദ്ര. പിങ്കിയും ആർദ്രയാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പം നമ്മൾ 3 ആളും കൂടെ ഇന്നൊരു പിൻട്രസ്റ്റി ഒരു പൂക്കി ബൺ ഉണ്ടാക്കാൻ പോവാണ്. യെസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പം ഞങ്ങൾക്കും അറിയത്തില്ല ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മുടെ രൂപം വെച്ച് നമ്മളിതൊരു ബൺ ഉണ്ടാക്കുകയാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാത്രമാണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മളിത് വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് പിങ്കിനെ കൊണ്ട് തന്നെ ആദ്യം സാധനം ഇടിപ്പിക്കാം. ഏറ്റവും ഇലയിലുള്ള പിങ്കില്ലേ, പിങ്കിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ട്. ആദ്യം പഞ്ചസാര കിട്ടും. നമ്മളപ്പോൾ ആദ്യം ബൗളിൽ മധുരമാണ് ഇടുക, ഷുഗറാണ് ഇടുക. ഇത് കണക്കൊന്നുമില്ല. ഈസ്റ്റ് ഇടുന്നത്. ഈസ്റ്റാണ് ഇതിൽ ഏറ്റവും മെയിൻ സാധനം. കാരണം ഇത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഈസ്റ്റ് ഇടാൻ പോകുന്നത് ഇത് ഇടാത്ത ഇതിപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാണാൻ പറ്റുന്ന പറ്റില്ല. അപ്പം നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പാലാണ്. അത് ഞങ്ങളെപ്പോലെ നിലനിർത്തി കൂടുതലേക്ക് നമുക്ക് ഇത് ഫോമിലാണോടി? എന്തായാലും ഇടാം. അവിടെ വരുമ്പോൾ അവിടെ നല്ല ഇടാം. അതിപ്പം ഈസ്റ്റ് കൂടി പോയോ എന്നൊരു സംശയം. അപ്പൊ നമ്മള് ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നമ്മളപ്പം ഇവരോട് സ്പൂൺ എടുക്കാൻ പറഞ്ഞു. സ്പൂൺ കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മള് തവിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് തവിയിട്ടാണെങ്കിൽ നമുക്ക് ഓർക്കാം. ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മിക്സാണ്. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ഒരു 5 to 10 minutes ആണ് അവർ പറയുന്നത്. അത് കഴിയുമ്പോൾ ഫോമിയോ ഉണ്ടാകും. അതുമായിരിക്കുന്നതാണ്. കാരണം കൂടെ ഉള്ള പാർട്ട്നേഴ്സിന് ഒരു വിശ്വാസമില്ല ഉണ്ടാക്കുന്നത്. എനിക്ക് വിശ്വസിച്ചുണ്ട്. ഓക്കെ, നമ്മളിനി ഇത് ഇളക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇളക്കണ്ട. നമുക്കൊരു 5 to 10 minutes വെയിറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഫോമിയൊന്നും ആയില്ല. നമ്മൾ ചെയ്യും. നമ്മൾ വർക്കൗട്ട് ആക്കിയെടുക്കും. ആദ്യം നമ്മൾ ഇടേണ്ടത് സൂപ്പർ. അടുത്തതാണ് ഉപ്പ്. ഞാൻ ഉപ്പിടാം. ബട്ടർ ഇട്ടാൽ മതി. കാരണം ഉപ്പ് നമുക്ക് ആവശ്യം വേണം. അപ്പൊ നിങ്ങൾ ഓക്കെ ഷെഫ് എന്ന് വിളിക്കണം. ഓക്കെ ഇടൂ. ബട്ടർ ഇട്ടോളൂ. ബട്ടർ നമ്മൾ ബട്ടർ ബ്രെഡ് ആണ്.
പാലിട്ടുണ്ട് കുഴക്കാൻ, എന്നാലും കുഴയത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാം കൂട്ടിയിട്ട് ഇതും കൂടെ ഇട്ടിട്ട് കുഴക്കാൻ എന്താണെന്നറിയോ, ഇത് ഭയങ്കര വെള്ളം പോലെ ആയതുകൊണ്ട് പാലിടുവാണ്, മൊത്തം ഇടുവാണ്. ആദ്യമേ പറഞ്ഞു വേണം മൊത്തം ഇടാൻ. എന്താണെന്നറിയോ, ഒരുപാടായാൽ ഇപ്പം തന്നെ വെള്ളം പോലെ ആയി. ഇത്രയും ആവണമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ആണല്ലേ, ചേച്ചി പറയുന്നത് ഇത് പോയാലും കഴിച്ചാണോ? ചേച്ചി പറഞ്ഞ് ഒത്തിരി മൈദ ഇട്ടിട്ടുണ്ട് ചേച്ചി. അതെ, ഇനി നിങ്ങള് ഒന്നും പറയില്ലേ. ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കഴിച്ച് എന്തായാലും ഇത് കഴിക്കുമ്പോൾ ഇത് പറയും കുറഞ്ഞു പോയെന്ന് പറയില്ലേ നിങ്ങള്. ഇല്ല, അതന്നെ, ഇവര് വിഷമിക്കരുത് ലാസ്റ്റ്. അയ്യോ മണ്ണ് കുറഞ്ഞു പോയി ചേച്ചി, എനിക്ക് ഇനി വേണം, അങ്ങനെയല്ല പറയണ്ടേ. മൈദ കുറഞ്ഞു പോയില്ലെന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് അവസാനം ഇവര് പറയും ചേച്ചിയുടെ മേലെ മണ്ണ് പോലൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇതൊന്ന് സ്പ്രെഡാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് ചിലവുണ്ട്. നമുക്കിപ്പോൾ എന്താ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം ഇങ്ങനെ എടുത്ത് ഔട്ടിടാം. ഞങ്ങൾ ചെയ്യുന്നില്ല, കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എടുത്തിട്ടുണ്ട് മണ്ണ് പൊങ്ങി വരുമ്പോൾ പൊടിയൊക്കെ കാണുകയും ഓക്കെയല്ല. കൈ നോക്കൂ, കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അത് നമ്മൾ ഈസ്റ്റ് ഇട്ടോന്നാണ് പേടിക്കുന്നത്, കുഴപ്പമില്ല കഴിക്കല്ലേ. ശരിക്കും വെച്ച് കഴിച്ചു, ബണ്ണ് പോലെ ഉണ്ട്. കഴിച്ചോ, സത്യം കഴിച്ചോ. പിന്നെ സത്യം പറയുള്ളൂ, അതാണ്. കണ്ടോ, എന്തായാലും ഇതിനി പൊങ്ങി വന്നില്ലേ. നമ്മളെന്താ ചെയ്യണം, ഒരു ക്ലോത്ത് വെച്ച് മൂടി വെക്കാൻ ഇവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനുണ്ടോ? ഇല്ല. അല്ല ചേച്ചി, ഇത് അവക്കാടല്ലേ? അതെ, കമന്റ് ചെയ്യൂ. അവക്കാടോ, ഇവള് പറയുന്നത് നമുക്ക് ചേച്ചിയുടെ ചേച്ചി ചേച്ചിയും പറയുന്ന അവക്കാടോ ആണ്. ഇത് അവക്കാടോ എങ്ങനെയാണ് യെല്ലോ അല്ല യെല്ലോ ഹാൻഡ് അവക്കാടോയ്ക്ക് ഇത് നമ്മള് ഭംഗി കൂട്ടാൻ വേണ്ടി ഇത് ഹാൻഡ് ഒക്കെ വെക്കാൻ ചാൻസ് ഇല്ലേ. ഈ നമ്മളിനി ഒരു 1-1.5 മണിക്കൂർ 1 അവറിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ആയിരുന്നു വരും. കാരണം ഞങ്ങളുടെ ഇതായത് പൊങ്ങുമില്ലെന്നുള്ളത് പ്രാർത്ഥിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് നിങ്ങൾ ഈ പണ്ട് ഞങ്ങൾ പറയുമ്പോഴേ ട്രൈ ചെയ്യാറുള്ളൂ. ഇത് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് കാണാം. പൊങ്ങി വരുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഇതിങ്ങനെ പൊങ്ങി വന്ന് ഇതിങ്ങനെ തെറിച്ച് പോകണം. അത്രയില്ല, ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അതിന് മേളിൽ ഇങ്ങനെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഇപ്പൊ ഇതിന്റെ ഡബിനേക്കാളും ഡബിൾ ആകണം. അപ്പൊ അതാകണം. അപ്പൊ നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കാണാം. എന്നിട്ട് ബാക്കി പ്രോസസ് ഞങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ ഈ ബണ്ണ് ട്രൈ ചെയ്യാവുള്ളൂ. അതെ, ഈ വാക്ക് മറക്കരുത്. നോട്ട് ഇറ്റ്. ഓക്കെ, അപ്പം ബൈ. ഗൈസ്, നമ്മള് ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ കൊടുത്തു ടൈം. നമ്മുടെ തെറ്റല്ല. അപ്പം നമുക്ക് നോക്കാം. 3, 2, 1
അത്യാവശ്യം പൊങ്ങി ഗൈസ്. അതായത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അത് പൊങ്ങി തന്നിട്ടുണ്ട് അല്ലേ? ഇത്രേ ഉള്ളായിരുന്നു, ഇച്ചിരി കൂടെ പൊങ്ങി. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇച്ചിരി പൊങ്ങി. നമുക്കിനി ബാക്കി പ്രൊസീജിയറിലോട്ട്. എനിക്ക് തോന്നുന്നു അതിന് അത്ര എനർജി കിട്ടിയില്ല പൊങ്ങാൻ. നിങ്ങൾ ചിലപ്പം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഇനിയിപ്പോ അടുത്ത ഡിഷ് ഉണ്ടാക്കുമ്പോ അതിനുള്ളൊരു എനർജി. കാര്യം മറന്നിട്ടില്ലല്ലോ, ഇത് അവക്കാഡോ ആണോ ചേച്ചി പറയുന്ന അവക്കാഡോ, ഞാൻ പറയുന്ന അവക്കാഡോ. അപ്പൊ നിങ്ങള് കമന്റ് വേറെ എന്തായാലും ഈ വീഡിയോ ഫ്ലോപ്പ് ആയതുകൊണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വെച്ചിട്ട് അവര് വേറെ സബ്ജക്ട് എടുത്ത് ഇട്ടതാണ്. അപ്പം മനസ്സിലായി. അതെ ഞാൻ അവക്കാഡോ ചെയ്യണം. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നതാ. അപ്പം അവളും കമന്റ് ചെയ്യട്ടെ. ഓക്കെ അല്ല ഇത് പണ്ട്. അപ്പൊ ശരി ഗൈസ്, നമ്മളപ്പം ബാക്കി കാണാം. അത് ഇവരുടെ കലാവിധാണ്. വീഡിയോ ഭംഗിയെങ്കിലും നമ്മൾ കൊണ്ടുവരണം. പക്ഷെ ഒത്തിരി ഞാൻ ഒരു ക്വാണ്ടിറ്റി തരും. ആ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എങ്ങനെയുള്ള ആക്കാം. ഓക്കെ, കാരണം അത് പൊങ്ങി വരണമല്ലോ. ഇനി ആകെ ഞങ്ങളൊരു പ്രതീക്ഷ എയർ ഫ്രയറിലാണ്. നമ്മളിത് അവനിലാണ് പുറമേ ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മുടെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഫാൻ ഇട്ടോളൊന്നും കേൾക്കുന്നില്ലായിരുന്നു. കേൾക്കും. നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഫാൻ ഉള്ളതുകൊണ്ടാണ്. ഇത്ര നേരം ഞങ്ങൾ പറഞ്ഞ സമ്മറി ഇത് ചെറുതായിട്ട് പൊങ്ങിയിട്ടുള്ളൂ. ഞാൻ ഡിസപ്പോയിൻമെന്റിലാണ്, നമ്മളെല്ലാവരും ഡിസപ്പോയിൻമെന്റിലാണ്. എയർ ഫ്രയറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഓവനിലാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ വെറൈറ്റി പിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മളിനി പാർഷ്യാലിറ്റി ഇല്ലാണ്ട്, കുറെ അടുത്ത് പാർഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ പാർഷ്യാലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ പാർഷ്യാലിറ്റി ഇല്ലാണ്ട് കൈ എടുത്ത് വരും. രണ്ടുപേരും പോയിട്ടുള്ളൂ. അപ്പൊ ക്യാമറ വിടാന്ന് തന്നെ ഭാഗ്യം. പാർഷ്യാലിറ്റി ഇല്ലാണ്ട് നമ്മളിതിങ്ങനെ ചിരിച്ച് താത്തിയിട്ട്, അതല്ല പാർഷ്യാലിറ്റി ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ക്വാണ്ടിറ്റിയും ഓരോ ബണ്ണിന്റെ ക്വാളിറ്റിയും സെയിം ആകാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇടിക്കാം. ഓരോ ഒരു ഇപ്പൊ ഇവിടെ എനിക്കൊന്ന് 2 എണ്ണം വെച്ചാൽ മതി ഇവിടെ. അങ്ങനെ ഒരു ടിഷ്യൂ, ഒരു ബട്ടർ പേപ്പറിൽ ഒരു 1 2 3 4 5 6 മതി. ഓക്കെ, ഇല്ലെങ്കിൽ അത് വിരിച്ചെടുക്കും. ഞാൻ ഇതിൽ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ മേളിന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സാധനങ്ങൾ കഷ്ടപ്പെട്ട് അതെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു ഇത് കൊണ്ടുവരാൻ. പിന്നെ ഇത് താഴെ വീഴണ്ടായിരുന്നു. അതെ, പ്ലേറ്റ് ഇടാൻ നേരത്ത് അത് താഴെ വീഴണ്ടായിരുന്നു. സ്പൂൺ ഇട്ടേ. എന്നിട്ട് അതിങ്ങനെ മേലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ സ്പൂൺ വെച്ചാൽ ഇങ്ങനെ തുടച്ചു കൊടുക്കും. ഇങ്ങനെ തൊണ്ട ഫോർക്കോ എന്തെങ്കിലും എടുക്കും. ഓക്കെ, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. കാരണം ഇത് ഇട്ടോ സ്പ്രെഡ് ചെയ്തു. ഇതാണ് ഇതിന്റെ ഇത്. നമുക്കിനി ഇത് ഇങ്ങനെ തുറക്കുന്നു, ഇവിടെ വെക്കും. ഇവിടെ വെക്കണം. ഇവിടെ സേഫ് ആയിട്ട് നമുക്ക് സേഫ് ആണ്. പിന്നെ നമ്മളിവിടെ നല്ല ചൂടാണ്. നല്ല ചൂടാണ് ഗൈസ്. ഇപ്പൊ ചൂട് ഇപ്പൊ ഫ്ലോപ്പ് ആവുന്ന എനിക്ക് ഫ്ലോപ്പ് ആവുന്ന തോന്നിയേ ഇല്ല. ഗൈസ് അപ്പൊ ഫ്ലോപ്പ് ആകാതെ കിട്ടി ഗൈസ്. ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അതെ ഗൈസ്, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇരിക്കുന്ന ബണ്ണ നേരെ ഇരിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആകെ ഞങ്ങളുടെ പ്രതീക്ഷ എയർ ഫ്രയറിലാണ്. നമ്മളിത് അവനിലാണ് പുറമേ ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മുടെ എയർ ഫ്രയർ sunshine. I got sunshine. I got sunshine. I gotta let you know it's so incredible. I'm finally letting ബണ്ണ് ഇങ്ങനെ ആയിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് പറയാം. യെസ് ഗൈസ്, നമുക്ക് ഇതിനെ എടുക്കാം. ഇത് നമുക്ക് എങ്ങനെ ഇത് നിങ്ങൾ കാണുമ്പോൾ ആ മാവ് പോലെ ഇരിക്കുന്നു തോന്നുന്നു, പക്ഷെ എടുത്തിട്ട് നോക്കാം. അപ്പൊ
ക്രാക്ക് ഉണ്ട് പിന്നെ ഇതിൽ ഇച്ചിരി കളറായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചുകൂടെ നേരം ഇരുന്നിരുന്നെങ്കിൽ അതെ super ആയിരുന്നു. അപ്പം നമുക്കിനി ഗൈസ് അപ്പം ഞങ്ങള് ചോക്ലേറ്റ് മിൽറ്റ് ചെയ്തിട്ട് ആ ബണ്ണില് നമ്മള് എന്നിട്ട് അതിൽ ഒഴിച്ചിടും ഗൈസ് അല്ല ബണ്ണിൽ നമുക്കിനി മെൽറ്റ് ചെയ്യണം ഗൈസ് ഇതാണ് നമ്മളുടെ ബണ്ണ് ഇപ്പം പരുവത്തി പാല് നമ്മൾ ഒഴിക്കുന്നു അങ്ങനെ പാല് നമ്മളുടെ ചോക്ലേറ്റ് ഇങ്ങനെ Gotta let you know I got sunshine. I got sunshine. I got sunshine. I got sunshine. Beautiful. It's got my head all up in the clouds. I think I found it now. Everything I want might be a miracle. I know I'm never coming down. I don't gotta worry. ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാം. ഗൈസ് നോക്കില്ലേ ഒരാൾക്കില്ലേ ചേട്ടനെ ഈ ഒരു ചേട്ടന് നോക്കിയത് കൊടുത്തു നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഇത് ഞങ്ങൾ 3 പേരോട് ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് പറയാം പറയണം. ഇതാണ് വൈറ്റ് ബ്രെഡ് ചോക്ലേറ്റ് സ്പ്രെഡ്. ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കും. മധുരം ഞങ്ങളില്ല, മധുരം ഇട്ടിട്ടില്ല. ഞങ്ങൾ ചോക്ലേറ്റ് മാത്രമാണ്, കാരണം ഞങ്ങൾക്ക് ഷുഗർ ഒത്തിരി വേണ്ടെന്ന് വിചാരിച്ചു. അതായത് കുറഞ്ഞു പോയതല്ല. ഒരു ഒരു ഇറ്റാലിയൻ ബ്രെഡ് ഒക്കെ കഴിക്കുന്നുണ്ട്. ശരിക്കും കൊള്ളാവോ? ഇത് ചോക്ലേറ്റിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും Found my flow right on time, and now I know what it feels like to shine like gold. Up, up and away, yeah we go. I don't gotta worry about a single thing. I can feel the light coming down on me. Sunshine on my face. I got sunshine on my face. I don't got a care in the world right now. Higher than the ceiling, breaking through the clouds. Sunshine on my face. I got sunshine on my face. Yeah. I got sunshine. ഞങ്ങളെല്ലാവരും നീ വേണം മുക്കിട്ട് കഴിച്ചോട്ടെ, എനിക്ക് അധികം മധുരം കാണൂല. ഞങ്ങൾ ഉള്ളത് പറയാം. ട്രൈ ചെയ്തോ ഒന്ന് നല്ല പക്ഷെ ചോക്ലേറ്റ് ഇല്ലാതെ കഴിക്കുന്നു I got sunshine. I got sunshine. Beautiful. It's got my head all up in the clouds. I think I found it now. ഞങ്ങൾ എല്ലാവരുടെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ വീണ്ടും ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ആയിട്ട് വരും. അതും ഇവരും ഉണ്ടായിരിക്കും അടുത്ത വർഷം. അതെ. Till then, ബൈ.